ഏതായാലും നമുക്കിപ്പോൾ പ്രേക്ഷകരുടെ ക്വറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിലൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് അപെക്സ് ഫ്രോസൺ ഫുഡ്സ് ലിമിറ്റഡിലുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സെഷനിൽ 6% ഒരു നേട്ടത്തിൽ 265 രൂപ 30 പൈസ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് 2016-2017 ആ ഒരു ടൈം പീരിയഡിലായിരുന്നു. ആൻഡ് ആ 2017 അറൌണ്ട് 937 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ. അതിനുശേഷം തുടർച്ചയായിട്ട് കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒത്തിരി സെല്ലിംഗ് കാണാൻ ചാൻസ് ഉണ്ടായി. ആൻഡ് സിൻസ് ലാസ്റ്റ് ഒക്ടോബർ സ്റ്റോക്കിൽ നമുക്കൊരു ഫൈനൽ കൺസോൾട്ടേഷൻ ഫേസും കാണാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ ഒരു 5-10 ദിവസത്തിനിടെ സ്റ്റോക്ക് അറൌണ്ട് 215 രൂപയിൽ നിന്നും വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ 282 രൂപ വരെ എത്തിയിട്ടുണ്ട്. ഐ തിങ്ക് ദ സ്റ്റോക്ക് ഇസ് ടേണിംഗ് അറൌണ്ട് ആൻഡ് കറക്ഷൻ നടക്കുന്ന സമയത്ത് ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് നിന്ന് നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. ബട്ട് എങ്കിലും ഈ സ്റ്റോക്കിൽ കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി വോളിയം ഒന്നും തന്നെ കാണുന്നില്ല. ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ആദ്യം തന്നെ സ്റ്റഡി ചെയ്യുക. യെസ്, സിന്ധു അജിത്ത് എന്ന് പറഞ്ഞ പ്രേക്ഷകയാണ് അപെക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേ സ്വപ്ന എന്ന് പറഞ്ഞ മറ്റൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് BSEയിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 1% ഒരു ഇടിവോട് കൂടി 2233 എന്ന റേഞ്ചിലായിരുന്നു BSEയുടെ സ്റ്റോക്ക് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. BSEയിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. എങ്കിൽ പോലും ഷോർട്ട് ടേമിൽ സ്റ്റോക്ക് കഴിഞ്ഞ മാസം 2600 രൂപ എത്തിയതിനു ശേഷം we are seeing a lot of profit taking happening. So അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ്. സ്റ്റോക്കിലെ പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ സ്റ്റോക്ക് 2325 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയൊരു ബുള്ളിഷ് ട്രെൻഡ് കാണാൻ സാധിക്കത്തുള്ളൂ. 2180 രൂപയായിരിക്കും മേജർ സപ്പോർട്ട് ലെവൽ. ഒപ്പം തന്നെ ആദർശ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മദേഴ്സ് ആൻഡ് സുമി വയറിംഗ് ഇന്ത്യയിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 63 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 0.86% ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. So Mother's and Sumi long term and short term trend. Wait a second. Mother's and രണ്ട് stocks ഉണ്ട്. സോ മദേഴ്സ് ആൻഡ് സുമി വയറിംഗ്സ് ബോത്ത് NSE ആൻഡ് BSE ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റെസിസ്റ്റൻസ് 68-69 ആ ഒരു റേഞ്ചില്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഏരിയ 58 രൂപയിലും. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു പുതിയ ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പം രോഹിത് എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ പവറിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഒരു നേരിയ ഇടിവോട് കൂടിയിട്ട് 356 രൂപ 80 പൈസ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ട്രേഡിംഗ് നടത്തി വരുന്നത് ഇറ്റ് ഇസ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. ഒരു വീക്ക്നെസ്സും സ്റ്റോക്കിൽ കാണുന്നില്ല. നമ്മൾ വെള്ളിയാഴ്ച ഒരു ചെറിയ ഇടിവ് കണ്ട് ഇറ്റ് വാസ് ഓൺലി ഡ്യൂ ടു പ്രോഫിറ്റ് ടേക്കിംഗ്. സ്റ്റോക്കിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറണമെങ്കിൽ 335 രൂപയുടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അപ്പം സേയാസ് കറിയ എന്നൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് EPL ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.35% ഒരു ഇടിവോടുകൂടി 197 രൂപ 80 പൈസ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. Again, as a small cap stock in the long term trend നോക്കിക്കഴിഞ്ഞാൽ bearish ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടും. സ്റ്റോക്കിൽ തിരിച്ചൊരു ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 220 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 190 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്.
റാഹിയ നൌഷാദ് എന്ന് പറഞ്ഞ പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് ഡിവിസ് ലാബിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഒരു നേരിയ ഇടിവിൽ 3891 രൂപ 40 പൈസ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഡിവിസ് ലാബിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെയറിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. ഒരു ചെറിയ ബുള്ളിഷ്നെസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് സ്റ്റോക്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 3960 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ സ്റ്റോക്കിനെ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. 3960 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 4100 രൂപയിലായിരിക്കും. അറ്റ് ദ സെയിം ടൈം സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽ 3840. ഒപ്പം ഉണ്ണി എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. മറ്റൊരു പ്രേക്ഷകനും യൂണിയൻ ബാങ്കിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 5% ഒരു വർധനവോടെ 131 രൂപ 25 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. യൂണിയൻ ബാങ്ക് ഇസ് റിഫ്ലക്റ്റിംഗ് PSU ബാങ്കിൽ കാണാൻ സാധിക്കുന്ന നേട്ടങ്ങൾ. ആൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ലോങ് പൊസിഷൻസ് നമുക്ക് വി ക്യാൻ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന റെസിസ്റ്റൻസ് 170 രൂപയില, വിച്ച് മീൻസ് ദാറ്റ് ഈ കറന്റ് ലെവൽസിൽ നിന്നും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40-45 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ബട്ട് സ്റ്റോക്കിൽ വെള്ളിയാഴ്ചത്തെ നേട്ടത്തിനെ തുടർന്ന് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കുന്നത് യു ഗോട്ട് ബി എ ലിറ്റിൽ ബിറ്റ് കെയർഫുൾ. ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന മേജർ സപ്പോർട്ട് ഏരിയ 120 രൂപയിലാണ്. ഒപ്പം ദിവ്യ എന്ന് പറഞ്ഞ പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 5% മുന്നേറ്റം സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് യൂണിയൻ ബാങ്ക് മാത്രമല്ല, വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഓൾമോസ്റ്റ് എല്ലാ മേജർ PSU ബാങ്ക്സിലും നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. സോ മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഇമ്മീഡിയറ്റ് ആയിട്ട് 2 റെസിസ്റ്റൻസ് ഉള്ളത് 49 രൂപയിലും അതിനെ തുടർന്ന് 52 രൂപ 50 പൈസയിലും. 52 രൂപ 50 പൈസ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. മേജർ സപ്പോർട്ട് കാണുന്നത് 44 രൂപയിലാണ്. ധനേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ഉള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 4% ഒരു ഇടിവോടുകൂടി 49 രൂപ 65 പൈസ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ഈസി ട്രിപ്പ് ഡിസംബർ മാസത്തിൽ ഇറ്റ് ടേൺഡ് അറൗണ്ട്. സോ കഴിഞ്ഞ ഏപ്രിൽ 2023 മുതൽ ഡിസംബർ അവസാനം വരെ സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ ആയിരുന്നു നമുക്ക് കാണാനിടയായത്. ഡിസംബർ മാസത്തിൽ 38 രൂപയിൽ സ്റ്റോക്കിന് നല്ലൊരു സപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നായിരുന്നു നമുക്ക് ഇത്രയും വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചത്. വ്യാഴാഴ്ചത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് had cleared 52 റുപ്പീസ്. ഇൻഫാക്ട് 53 രൂപ വരെ എത്തിയിരുന്നു. ആൻഡ് വെള്ളിയാഴ്ച നമ്മൾ കണ്ടത് ഇറ്റ് വാസ് ഓൺലി അബൌട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 46 മുതൽ 47 രൂപ. ആ ഒരു റേഞ്ചിലെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്ക് ബൈയിങ് ഹൗസിൽ സ്റ്റോക്കിൽ കിട്ടും. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെന്ന് നമ്മൾ വരുത്തിയിരിക്കണം. ഒപ്പം തന്നെ നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഷാജഹാൻ എന്ന പ്രേക്ഷകൻ UPLലുള്ള സാറിന്റെ റിവ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 0.4% ഒരു മുന്നേറ്റത്തിൽ 564 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി UPLന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ സ്റ്റോക്ക് 620 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.